அன்பே இதயம் நிறைய ஒரு ஆசை வந்ததே அருகே இருக்க உடல் மொத்தம் என்னை கேக்குதே இடைவேளி இன்றி தாக்குதே அன்பே சொல்லாமல் போனாலும் எந்தன் காதல் அறிவாயோ ஏற்காமல் போவாயோ என நீ விலகிச் செல்வாயோ வேண்டாம் என்றாலும் உனதான் என்றும் மறவேனோ அழகி பொருளே நீ. മെർലിൻ ജിമിൻ ചേക്കേന്തേ അവനെന്താ പറ്റേ? ജിമിൻ ചേക്കയ്ക്ക് ഒരു ആക്സിഡൻറ്റ്. പേടിക്കണമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ് ചേക്കെ. മെർലിൻ ചേക്കേക്ക് എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായേ? അതറിയില്ല, കാറും ലോറിയും കൂടെ കൂട്ടിത്തട്ടിയ ആക്സിഡന്റ് ഉണ്ടായെന്നാ ഇതാ കൊണ്ടുവന്ന പിള്ളേർ പറഞ്ഞത്. ലോറി ആരാ ഓട്ടിച്ചതെന്നൊന്നും അറിയില്ല, അയാൾ മിസ്സിംഗ് ആണ്. അയാൾക്കുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലെന്നാ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചത്. അതാരായാലും ഞാൻ കണ്ടുപിടിക്കും. അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും. കണ്ടുപിടിക്കണം ജിമിൻ, കാരണം ഇതൊരു നോർമൽ ആക്സിഡൻ്റ് അല്ല, കരുതിക്കൂട്ടിയുള്ള ആക്സിഡൻറ്റ് പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാൻ കാരണം? കരുതിക്കൂട്ടിയുള്ള ആക്സിഡൻ്റ് ആണെന്ന് പറയാൻ കാരണം ജേക്കയ്ക്ക് തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷതം ഏറ്റിരിക്കുന്നത്. പിന്നെ ജേക്കയ്ക്ക് അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടുണ്ട്. കൊല്ലാൻ തന്നെ തീരുമാനിച്ചാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. എന്താ അരയ്ക്ക് താഴോട്ട്? അതെ ജിമിൻ, ജേക്കയ്ക്ക് അരയ്ക്ക് താപ്പോട്ട് തളർന്നിട്ടുണ്ട്. പിന്നെ ജേക്കയ്ക്ക് പഴയതൊന്നും ഓർമ്മയില്ല. എന്താ? ജേക്കയ്ക്ക് ഉണ്ടായ ഹെഡ് ഇഞ്ചുറിയിൽ കുറേ വെയിൻസൊക്കെ കട്ടായിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വെയിൻസൊക്കെയാണ്. ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു ജേക്കിനെ തിരിച്ചു കിട്ടും. കൂടുതലും മസ്തിഷ്ക മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഏതോ കടാക്ഷം എന്ന് തന്നെ പറയാം, ജേക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. ജിമിന് ഇപ്പോഴത്തെ ജേക്കയുടെ അവസ്ഥയെ ആലോചിക്കുമ്പോൾ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. അവൻ്റെ അലർച്ചയിൽ ആ ഹോസ്പിറ്റൽ ആകെ കിടുങ്ങി വിറച്ചു. അവൻ്റെ ദേഷ്യങ്ങൾ അവൻ്റെ കണ്ണിലെ തീജ്വാലയായി ജ്വലിച്ചുകൊണ്ടേയിരുന്നു. ജിമിൻ പ്ലീസ് കാം ഡൗൺ. എടാ, ഇതൊരു ഹോസ്പിറ്റലാ, നീ ഇങ്ങനെ ബഹളം വെക്കാതെ, ബാക്കിയുള്ള പേഷ്യൻസിന് അത് പ്രശ്നം ഉണ്ടാവും. എടാ ജിമിൻ, നീ പറയുന്നത് കേക്ക്. ജേക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നോ? ഇനി നമ്മൾ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അവനെ ട്രീറ്റ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ, ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം പഴയതുപോലെ. അല്ലാതെ നീ ഈ കാണിക്കുന്നതൊക്കെ ഒരു പ്രഹസനമാണ്. ദയവ് ചെയ്ത് നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ചിക്കൻ നീ പോയി കാണ് ജിമിൻ. പോയി കാണും? ഏത് മുഖം വെച്ചിട്ട് പോയി കാണണം? നീ പറഞ്ഞ ഏട്ടാ, നീ കണ്ടല്ലേ പറ്റൂ. അങ്ങനെ മെർലിൻ ഡോക്ടർ ജിമിനെയും കൂട്ടി ചേക്കയുടെ റൂമിലെത്തി. കാണ്, ഏതാ നിന്റെ ചേക്ക്. ചേക്ക് എടാ, എന്തൊരു കടപ്പയത്. മെർലിൻ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഇവനെ ഈ കിടപ്പ് കാണാൻ. എടാ ശരിയാവും, എല്ലാം ശരിയാവും. നീ ഇവനെ ടേക്ക് കെയർ ചെയ്യണം നല്ല രീതിയിൽ തന്നെ. എനിക്ക് അറിയില്ല മെർലിൻ, ഇതുവരെ അവൻ്റെ ദേഹത്തൊരു പോറൽ പോലും വീഴ്ത്തിയിട്ടില്ല. ഈ ജിമിൻ ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ ജീവശവമായിട്ട് എന്നെ ചേക്ക്. എടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരെക്കാട്ടിയും കൂടുതൽ. നീക്കറിയാം. എടാ, ട്രീറ്റ്മെൻറ്റ് കൂടി ശരിയാവും. പിന്നെ നല്ല കെയർ കൊടുത്താൽ മതി. ആ പെട്ടെന്ന് റിക്കവറി ആയി വരും. എല്ലാം പഴയതുപോലെ നടക്കും. കാര്യങ്ങളെല്ലാം പോവും സ്മൂത്തായിട്ട്. ശരി, എങ്കിൽ നീ ചേക്കൻ്റെ അടുത്തിരി, ഞാൻ റൗണ്ട്സിൽ പോയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചിരിക്കണം. എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടല്ലോ. മെർലിൻ 5 മിനിറ്റ് പറഞ്ഞിട്ട് റൗണ്ട്സിന് പോയി. ചേക്കെ എടാ, എന്തൊരു കടപ്പാത്. ഇതിന് വേണ്ടിയാണോ നീ മാൻഷനിൽ നിന്ന് വഴക്കിട്ട് പോയത്? അവിടെ പ്രതീക്ഷിച്ചില്ല ചേക്ക്, നിന്നെ ഞാൻ ഈ അവസ്ഥയെ കാണേണ്ടി വരുമെന്ന്. ഇതിന് ആരാ ഉത്തരവാദി?
ആരായാലും അവനെ ഞാൻ കൊന്നുകളെ. ഒരു പോറന് പോലും പറ്റാതെ നിന്നെ ഇത്രയും നാള് കൊണ്ടു നടന്ന് എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. സോറി, ഞാൻ നിന്നെ തനിച്ച് വിട്ടതിന്. ഇനി ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. പെട്ടെന്നാണ് നമ്മുടെ ജെകെ കണ്ണു തുറന്നത്. ജീവന, ജെകെ ജെകെ, കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് എന്നെ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ? എന്നെ എങ്ങനെ ജീവന മറക്കുക ഞാന്? നീ എൻ്റെ ബ്രദറല്ലേ? അങ്ങനെ ഇരുവരും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ജീവന് താങ്ങുന്നതിനപ്പുറമായിരുന്നു ജെകയുടെ ആ കടപ്പ്. അവനെ കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. പെട്ടെന്നാണ് ജെകെ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട്, ജീവന, നീ എല്ലാം കഴിച്ചോടാ. എന്നെ കാണാൻ നീ ഒരുപാട് വിഷമിച്ചോ? ഞാൻ തന്നെ വിഷമിപ്പിച്ചോടാ ഒരുപാട്? ഇല്ല, പേടിച്ചു പോയടാ. ഇപ്പൊ എത്ര ദിവസമായി എന്നറിയാം. സോറി. എന്തിനാടാ? അല്ല, ഞാൻ കാരണല്ലേ. നീ എന്ത് കാരണ? എടാ, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറ്റിയേ ജിംന? എനിക്ക് തലയൊക്കെ വേദനിക്കുന്ന പോലെ എന്തൊരു ഭാരം. ജിംന, എൻ്റെ അരയ്ക്ക് താഴോട്ട് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കാലും കൈയൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അത് ഇനി ജീവചവായിട്ട് കിടക്കേണ്ടി വരുമോ ഞാനിനി ആഷ്കാലം മുഴുവൻ? ഇല്ല, അങ്ങനെ പറഞ്ഞു. നിന്റെ കാലൊക്കെ നല്ല രീതിയില്ല. നീ എന്നെ തൊട്ടോ? എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എടാ, അത് ആക്സിഡൻ്റ് ഉണ്ടായില്ലേ? അതിൻ്റെ കാലത്തിൽ നിനക്ക് സെൻസ് ചെയ്യാൻ പറ്റാതായി പോകുന്നതായിരിക്കും. മെഡിസിൻ എടുക്കും തോറും എല്ലാം ശരിയാവും. 2 ദിവസം കഴിയുമ്പം ശരിയാവും, നോർമലാവും. നിനക്ക് പഴയ പോലെ നടക്കാൻ പറ്റും. നീ ആദ്യം റെസ്റ്റ് എടുക്കുക. ജിമിന, എനിക്ക് ദാഹിക്കുന്നടാ. കുറച്ച് വെള്ളം തരുമോ? ഇപ്പം തരാം. അങ്ങനെ ജിമിൻ വെള്ളം എടുത്ത് ജെകെക്ക് കൊടുത്തു. ജെകെ കുടിച്ചു അത്. അതിനുശേഷം ജിമിനോട് സംസാരിക്കുകയാണ് കുറച്ച് നേരം ജെകെ. ജിമിന, എടാ, എനിക്കിവിടെ കിടക്കാൻ വയ്യ. ഏതാണ്ട് പോലെ ഇറിറ്റേഷൻ ആവുന്നു. ഈ ഹോസ്പിറ്റൽ സ്മെല്ലും മരുന്നിൻ്റെ സ്മെല്ലും എനിക്കെന്തോ നരകത്തിൽ കിടക്കുന്ന പോലെ ഫീല്. എന്നെ മനുഷ്യനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോവോ? എന്നെ നീ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കടാ. ഇവിടെ കണ്ട ഞാൻ ചത്തുപോകൂടാ. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ജീവൻ ആകെ തകർന്നു. എടാ, ഞാൻ മെറിലിനോട് സംസാരിച്ച് ഡിസ്ചാർജ് വാങ്ങാം. നമുക്ക് മാൻഷനിൽ ഇന്ന് തന്നെ പോകാം. പെട്ടെന്ന് ജിമിൻ ജെക്കിനെ അവിടെ കിടത്തിയിട്ട് മെറിലിൻ്റെ അടുത്തോട്ട് പോയി. മെറിലിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് അവളെ കൊണ്ട് ഓക്കെ ചെയ്ത് ഡിസ്ചാർജ് വാങ്ങി. പക്ഷെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി നടക്കണം, ഡെയിലി നടക്കുന്നതാണ്. അപ്പം മെർലിൻ വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അവന് വാക്ക് നൽകി ജിമിന്. ഇപ്പം മാൻഷനിൽ അടുത്ത കാര്യമാണ് കാണിക്കുന്നത്. മാൻഷനിൽ ഷുഗ മാത്രമേ ഉള്ളൂ. ഡേ കോളേജിൽ പോയിട്ടുണ്ട്. ഷുഗ കോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജിമിന്, പക്ഷേ ജിമിൻ അറ്റൻഡ് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് വിടുകയാണ്. ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഷുഗയ്ക്ക് കൂടുതൽ വെപ്രാളായി. ജിമിനും പോയിട്ട് കാണാനില്ല, ജേക്കൻ്റെ ഒരു അറിവും ഇല്ല. അപ്പോഴാണ് നമ്മുടെ ജിമിൻ്റെ കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഷു ഓടി പുറത്തിറങ്ങി. അതെ, ജിമിനാണ്. കാറിനരികെത്തി. ജിമിന, ഷുഗ, എന്താ നീ ഇവിടെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്? എന്താ ജിമിന നീ ഫോൺ എടുക്കാൻ? അത് ഞാൻ ചേക്കനെ കൂട്ടിക്കൊണ്ട് വരുന്നതിൽ ആ ഒരു തിരക്കിൽ ബ്രോനെ കണ്ടുകിട്ടിയോ? എന്തേ ബ്രോ? കാറിൻ്റെ ബാക്ക് സീറ്റിലുണ്ട്. പെട്ടെന്ന് ഷുഗ കാറിൻ്റെ ബാക്ക് സീറ്റിലെ ഡോർ ഓപ്പൺ ചെയ്തു. അവൻ പെട്ടെന്ന് ഞെട്ടിത്തരിച്ചുപോയി. ജെക്കയുടെ ദേഹം ആ സകല മുറിവ്, തലയിൽ ഇഞ്ചുറി ഉള്ളതുപോലെ, കാലിലൊക്കെ എന്തൊക്കെയോ ഒരു മാതിരി. ജിമിനെ നോക്കുന്നുണ്ട് ഷുഗ എന്താണെന്ന് അർത്ഥത്തിൽ. ജിമിന, ജെക്കെ, ഇതാരാ? ഇത്
ഷുഗ ഷുഗ ബ്രോ, ഞാൻ ഷുഗ. ബ്രോയ്ക്ക് എന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ഇല്ല. നീ എങ്ങനെ? നീ എന്താ ഇവിടെ? അത് ഞാൻ ജിമിൻ. ഷുഗ, ഞാൻ പറഞ്ഞോളാം അവനോട്. ജിമിനാ, ഇതാരാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം എങ്ങനെ? ആ ചേക്ക്, ഞാനിത് വിശദമായിട്ട് തന്നെ നിന്നോട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. നീ ഒന്ന് റെസ്റ്റ് എടുക്കുക. അങ്ങനെ നമ്മുടെ ജേക്കനെ ജിമിന് വീൽ ചെയറിൽ ഇരുത്തി അവൻ്റെ റൂമിൽ കൊണ്ട് കിടത്തി. അപ്പോഴും നമ്മുടെ ജേക്ക് ചോദിക്കുന്നുണ്ട് ആ പയ്യൻ ആരാണെന്ന്. അപ്പം ജിമിന് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം, നീ ഇപ്പം റെസ്റ്റ് എടുക്കണം പറഞ്ഞിട്ട് അവനെ അവിടെ കിടത്തിയിട്ട് നേരെ ഹാളിലെത്തി. ഷുഗ, ജെക്കിക്കൊന്നും ഓർമ്മയില്ല. സോറി. എന്താ എന്താ ജിമിന റോയ്ക്ക് പറ്റി? ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളും ജേക്കയുടെ ആക്സിഡന്റിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് തന്നെ ജിമിൻ ഷുവയ്ക്ക് പറഞ്ഞു കൊടുത്തു. ജിമിൻ, ഇനി റോയ്ക്ക് എന്നെ ഇനി തിരിച്ചറിയാൻ പറ്റില്ലേ? അതായത് ഷുഗ, റീസെൻ്റ്ലി ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജേക്കിൻ്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല. നിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ അവന് പറ്റിയില്ല. അപ്പോൾ ടേൻ്റെ കാര്യം സംശയമാണ്. ഇനി നിൻ്റെ ബ്രദറിന് സന്തോഷത്തോടെ ഈ മാൻഷനിൽ കഴിയുക. ജിമിൻ, എന്താ പറഞ്ഞു വരുന്നത്? അതെ, ടേൻ്റെ ലൈഫിൽ ഇനി ജേക്ക ഉണ്ടാവില്ല. ജേക്കയുടെ ലൈഫിൽ ഇനി ടീം വരാൻ പാടില്ല. ജിമിൻ, അതെങ്ങനെ ശരിയാവും? ജേക്കയല്ലേ ടേയുടെ ഡാഡി, ബോയ് ഫ്രണ്ട്. ഷുഗ, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? ടേക്ക് ജേക്കനെ ഡാഡിയായിട്ടോ ബോയ് ഫ്രണ്ട് മെറ്റീരിയലോ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവനൊരു ക്രഷും ഉണ്ടെന്ന് പറഞ്ഞു. ടേ കാരണമാണ് എൻ്റെ ജേക്ക് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിയതും. എനിക്ക് ടേനോട് വിരോധമൊന്നുമില്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അവരവരുടെ. ആരെ സ്നേഹിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ, ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ, അതിൽ എനിക്ക് തലയിടാനൊന്നും പറ്റത്തില്ല. പിന്നെ നിൻ്റെ ബ്രദർ ആയതുകൊണ്ട് ടേ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇനി ജേക്കൻ്റെ റൂമിലോട്ട് ടേ പോകാൻ പാടില്ല. ടേൻ്റെ റൂം ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ മെയ്ഡാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ടേൻ്റെ തിങ്സ് എല്ലാം എടുത്ത് വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ടേ വരുമ്പോൾ നീ അവനോട് സംസാരിക്കുക. അതുകൊണ്ടാണോ ആൻറ്റി ജെക്കെ ബ്രോൻ്റെ റൂമിൽ നിന്ന് ടേയുടെ ഐറ്റമെല്ലാം എടുത്ത് മാറ്റി അടുത്തുള്ള റൂമിൽ വെച്ചേ? ഞാൻ പറഞ്ഞിട്ടാണ്. ജിമിൻ, അത് ശരിയാവുമോ? ശരിയാവും. ഇനി ജേക്കനെ ടേ കാണാൻ പാടില്ല. പിന്നെ ഈ നടന്ന കാര്യങ്ങളൊന്നും ടേ അറിയാൻ പാടില്ല. ഓക്കെ? അങ്ങനെ ഒരുമാതിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് തന്നെയാണ് ഷുഗയ്ക്ക് നമ്മുടെ ജിമ്മിൻ കൊടുത്തിരിക്കുന്നത്. ടേ ഇനി ജേക്കനെ കാണാൻ പാടില്ല. ജേക്കയായിട്ട് യാതൊരു ബന്ധവും ടേക്ക് ഉണ്ടാവില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ടേക്കാണെങ്കിൽ ഇപ്പോൾ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ജേക്കനെ ഒന്ന് കാണണം, ജേക്കൻ്റെ കൂടെ സംസാരിക്കണം, ജേക്കൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ എന്തോ കാരണത്തിലാണ് ജേക്കനെ ടേ അവോയ്ഡ് ചെയ്തത്. അത് നമ്മുടെ അടുത്ത് ഇപ്പം കാണിക്കുന്നതല്ല, പുക കാണിക്കുമായിരിക്കും. ഇപ്പോൾ പ്രസന്റ് സീനിൽ നമ്മുടെ ഷുഗർ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഒരു 2.5 months ആയിട്ടുണ്ട്. ഷുഗയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ടേയും ഇതേപോലെ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇരുവരും ഒരേ ടൈമിലാണ് അന്നത്തെ നൈറ്റ് ജിമിൻ്റെ അടുത്തും ജേക്കിൻ്റെ അടുത്തും സ്റ്റേ ചെയ്തത്. അപ്പം ഷുഗർ പ്രഗ്നൻ്റ് ആയ ഉറപ്പായിട്ടും നമ്മുടെ ടേയും പ്രഗ്നൻ്റ് ആവണമല്ലോ. അപ്പോൾ ആ ഒരു ഡൗട്ട് നമ്മുടെ ജിമിനോട് ഷുഗർ അറിയിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ടേക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുന്നു. ഷുഗർ എടുത്തത് പറയാൻ വരുമ്പോൾ ജിമിനും ഷുഗയായിട്ട് സംസാരിക്കുന്നത് ടേ കേൾക്കാൻ ഇടയാവുന്നുണ്ട്. ജിമിന, ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലേ? അതുപോലെ തന്നെ ടേക്കും അല്ല. ടേ 2 ദിവസമായിട്ട്, 2 ദിവസമല്ല, കുറച്ച് നാളായിട്ട് ടേയുടെ മുഖവും അതേപോലെ തന്നെ ടേക്ക് ടയർഡ്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫീലും എനിക്ക് തോന്നുന്നു. കൺഫേം ആണോ? എന്ത്? അല്ല, ഇങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ അവനെ? എങ്കിൽ ഞാൻ മെർലിനെ ഇങ്ങോട്ട് വിളിക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം. എന്താ?
അതെ, ജെ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. എന്തിന്? വേണ്ട, ജയക്ക് ആ കുഞ്ഞിനെ വേണ്ട. എന്താ? ജയുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ വേണ്ടാന്ന്. അവനും ആഗ്രഹം ഉണ്ടാവില്ലേ ജിമിൻ? എന്താഗ്രഹം? അല്ല ജിമിൻ, ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവർക്കും അതൊരു സന്തോഷമല്ലേ? ആർക്ക്? നിന്റെ അനിയൻ ടേക്ക്? അല്ലെ തന്നെ ജയക്കനെ നിന്റെ ടേക്ക് ഇഷ്ടമല്ലല്ലോ. നിന്റെ ടേക്ക് സാധിക്കില്ലല്ലോ ജയക്കനെ ഡാഡിയായിട്ടോ ഹസ്ബൻഡ് മെറ്റീരിയലായിട്ടോ കാണാൻ. അപ്പോൾ പിന്നെ ജയക്കൻ്റെ കുഞ്ഞിനെ അവൻ എക്സ്പെക്ട് ചെയ്യത്തില്ലല്ലോ. നിന്റെ ടേക്ക് പറ്റില്ലല്ലോ. ജിമിൻ, എന്തിനാ ഇങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുന്നത്, സംസാരിക്കുന്നത്? ഇപ്പോൾ ടേ ഒരുപാട് മാറി. എന്ത് മാറിയാലും ഷുഗ, ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ടേനെ ജേക്കൻ്റെ കുഞ്ഞിനെ ചുമക്കാനുള്ള അനുവാദം ഞാൻ നൽകില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ടേ ഒന്ന് പേടിച്ച്. കാരണം സീരിയസ്ലി നമ്മുടെ ടേക്ക് ജേക്കനെ ഒരുപാട് ഇഷ്ടമാണ്. പ്രഗ്നൻ്റ് ആണെന്ന് ടേക്കും അറിയാം. പക്ഷെ ഇത് കൺഫേം ചെയ്തത് ഇന്നാണ്. ആ ഒരു സന്തോഷം നമ്മുടെ ഷുഗടുത്തും ജിമിനോടും പറയാനാണ് ജിമിൻ്റെയും ഷുഗയുടെ റൂമിലോട്ട് എത്തിയത്. ഇനി അടുത്തടുത്ത എപ്പിസോഡിൽ കാണാൻ നമ്മുടെ ജിമിന് ടേ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ സാധിക്കുമോ, അതോ ഇവർ ഷുഗയും ടേയും കൂടെ തമ്മിൽ പ്ലാൻ ചെയ്ത് മറച്ചു വയ്ക്കുമെന്ന്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.